എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂച്ചക്കുട്ടിയെ ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നു. നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ പുറകെ നടന്നിരുന്നു. ആ വ്യക്തിയെ ഒന്ന് സ്നേഹിച്ച് കിട്ടാൻ, ആ വ്യക്തി ഒരു നല്ല വാക്ക് നിങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എപ്പോഴും എന്നും എന്തിനു വേണ്ടിയും ആ വ്യക്തി കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ആ വ്യക്തി കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും വേണ്ടായിരുന്നു, ഒന്നും ഇഷ്ടമില്ലായിരുന്നു. നിങ്ങളെപ്പോഴും ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങളുടെ കൂടെ എന്നെന്നും സഞ്ചരിക്കാനാണ്. നിങ്ങളെന്നും ഇഷ്ടപ്പെട്ടത് ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകാനാണ്. പക്ഷെ ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങൾക്ക് ആ സ്നേഹം പകർന്നു നൽകിയിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റു ചില കാര്യങ്ങളായിരുന്നു. നിങ്ങളെന്നും ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെന്നാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷേ ആ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ആ വ്യക്തിയെ ഒന്ന് ഇഷ്ടപ്പെടാൻ തയ്യാറായില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കൽ പോലും നിങ്ങളെ ഉൾക്കൊള്ളാനോ നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനോ തയ്യാറായില്ല. എപ്പോഴും നിങ്ങളെ അവഗണിക്കുകയായിരുന്നു ആ വ്യക്തി. അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. നിങ്ങൾക്ക് വിഷമമുണ്ടായതുപോലും കാണുവാനോ അത് മനസ്സിലാക്കാനോ ആ വ്യക്തി തയ്യാറായില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചപ്പോഴും ആ വ്യക്തിയുടേതായ ചില തീരുമാനങ്ങളായിരുന്നു, ആ വ്യക്തിയുടേതായ ചില നിഗമനങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചിരപ്രതിഷ്ഠ നേടാൻ ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ തയ്യാറായില്ല. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ തയ്യാറാകാത്തത് മൂലം നിങ്ങൾക്കൊരുപാട് മനോവിഷമമുണ്ടായി. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ദുഃഖമായി മാറി. എന്തുകൊണ്ട് എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ടും, ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടും എന്നെ മനസ്സിലാക്കാതെ എങ്ങനെ പോകുന്നു, എന്നെ ഉൾക്കൊള്ളാതെ എങ്ങനെ പോകുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് ഒരുമിച്ച് ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഉൾക്കൊള്ളുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വേദനകളൊക്കെ ആ വ്യക്തിക്കാവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ പോസിറ്റീവ് എനർജി കേൾക്കുകയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നതിന് ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് പകരം നൽകുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ കഴിയുന്നു. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ വേദനിക്കുകയാണ്. അത് നിങ്ങൾക്ക് സന്തോഷം പകരും. കാരണം ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ ഇഷ്ടമായിരുന്നു. എന്നെന്നും നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളുടെ സ്നേഹം എന്നും ആ വ്യക്തിക്ക് വേണമായിരുന്നു. നിങ്ങളുടെ സ്നേഹമില്ലാതെ ഒരിടത്തും പോകാനോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തെ അത്രത്തോളം ഉൾക്കൊള്ളാൻ ആഗ്രഹിച്ചിരുന്നു. അത്രത്തോളം നിങ്ങളുടെ സ്നേഹത്തെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ പോലും ആ സ്നേഹത്തെ മാറ്റിമറിച്ച് പോകാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിട്ടും നിങ്ങൾ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിച്ചില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും ആണെന്നുള്ളൊരു ചിന്ത വന്നു. ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു സ്നേഹം ഉണ്ടായില്ല. അപ്പോഴൊന്നും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു ഇഷ്ടം ഉണ്ടായില്ല. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടും സ്നേഹിച്ചിട്ടും നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചില്ല? നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായില്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായില്ല.
നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കാനായിട്ട് ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് തെറ്റായ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളെ കുറിച്ച് ആ വ്യക്തിയോട് മോശമായി പറഞ്ഞിട്ടും ആ വ്യക്തി അത് വിശ്വസിച്ചില്ല. പക്ഷേ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് മോശമായി പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിക്കുകയും നിങ്ങൾക്കത് അതിൻ്റെ ഉള്ളിലുള്ള കെണി, അതിൻ്റെ ഉള്ളിലുള്ള തട്ടിപ്പ് മനസ്സിലായില്ല. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് വെറുക്കാൻ തുടങ്ങി. ആരൊക്കെയാണോ ആ വ്യക്തിയെക്കുറിച്ച് നുണകൾ പറഞ്ഞത് അതൊക്കെ വിശ്വസിച്ച് ആ വ്യക്തിയെ വെറുത്ത്, ആ വ്യക്തിയെ ഉൾക്കൊള്ളാതെ, ആ വ്യക്തിയെ സ്നേഹിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയി. അത്രയേറെ സ്നേഹിച്ചിട്ട് നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടാതെ ആയപ്പോൾ ആ വ്യക്തിക്ക് വെറുപ്പ് തോന്നി, ആ വ്യക്തിക്ക് നിരാശ തോന്നി. അങ്ങനെ ആ വെറുപ്പും നിരാശയും ഒക്കെ ദുഃഖമായി മാറുകയും നിങ്ങളുടെ വ്യക്തിയുടെ ആ പ്രതിസന്ധികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നത് അതുകൊണ്ടാണ്, നിങ്ങൾ വരാത്തതുകൊണ്ടാണ്, നിങ്ങൾ സ്നേഹിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് അധികകാലം ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ തന്നെ ആ വ്യക്തിയിലേക്ക് ചായുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ വിജയമാണ്, ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഏതായാലും ആത്മാർത്ഥതയുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് പോസിറ്റീവ് എനർജിയും ആ വ്യക്തിക്ക് ശക്തി പകരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.